ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുമ്പുരാൻ ലോകത്തിൽ തന്നേച്ചു പോയ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും ഇത് കേൾക്കുന്നവരോടും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും എന്നോടും കുടുംബാംഗങ്ങളോടും ഒക്കെ ഒപ്പം വാഴട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. മത്തായി 6:14. ഇത് ഒത്തിരി പ്രധാനപ്പെട്ട ഒരു വചനം കേട്ടോ. ഈ വചനം ഇങ്ങനെ അനുസരിക്കാൻ നല്ല പാടാ. നമ്മള് ശരിക്കും എൻ്റെ വലിയ സ്വപ്ന ഇങ്ങനെ സ്വർഗത്തിൽ പോവുക എന്നുള്ളത്. അതിന് യേശുമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാൻ പണ്ടോർത്ത് യേശു യേശു എന്ന് വിളിച്ചാൽ മതി എന്ന്. യേശുമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, യേശു യേശു എന്ന് വിളിക്കുന്നവനെ ഞാൻ അറിയുന്നില്ല, എൻ്റെ വചനം പ്രമാണിക്കുന്നവനാണ് സ്വർഗത്തിൽ പോണേന്ന്. അപ്പൊ ഒരു വചനം വായിക്കും കേട്ടോ. മത്തായി 6:14. ഇപ്പൊ സ്വർഗം ഉണ്ടോ? സ്വർഗം ഇല്ലാതെ ഭൂമിയിലാന്നൊക്കെ പറയുന്നവരുണ്ട്. ഇനിയിപ്പോ ഉണ്ടായാലും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗം ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് നന്നാകാൻ പറ്റൂല്ലോ. നമുക്ക് ഇപ്പോഴേ നന്നായി എന്നെ ആയാലും നമ്മൾ നന്നായ ഭൂമിയിലും നമുക്ക് അനുഗ്രഹമാകാം, സ്വർഗത്തിൽ പോവുകയും ചെയ്യാം. മത്തായി 6:14. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. പിഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ആയിരിക്കും. എല്ലാ മനുഷ്യരും എന്തായാലും എന്തൊക്കെ തെറ്റെങ്കിലും ചെയ്യിക്കും. അപ്പം നമുക്ക് എപ്പോഴും ആരോടെങ്കിലും മറ്റുള്ളവർ ചെയ്തത് ഇഷ്ടപ്പെടാണ്ട് അവരോട് വിരോധം കാണില്ല. എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ യേശുവെ ക്ഷമിക്കണം, അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെ നന്നാക്കിയിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ നന്നായാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് കാര്യമില്ലോ. വചനം കേൾക്കുമ്പോൾ അവനവും നന്നാകണം, അല്ലാണ്ട് മക്കളും ബാക്കിയുള്ളവരും നന്നാകണത് ഓർത്തോണ്ടിരുന്ന സ്വർഗവും ഇത് രക്ഷയൊക്കെ അവനവനുള്ള ഓരോരുത്തർക്ക് ഉള്ളതാ. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ മക്കളും ബാക്കി കുടുംബവും എത്തണമെന്നില്ല. അത് തന്നെത്താൻ നേടേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ എല്ലാവരോടും ക്ഷമിക്കാനും യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാനും എല്ലാവർക്കും ഒരു നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മളെ ഓരോ അവസ്ഥയിലാക്കി വെച്ചിട്ടില്ലേ. നമ്മളെ എന്നെ ഇപ്പം മകളായിട്ടും ഭാര്യയായിട്ടും സഹോദരിയായിട്ടും സുഹൃത്തായിട്ടും ഒത്തിരി മേഖലകളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നില്ലേ. അവിടെ എല്ലാം യേശുവിൻ്റെ സമാധാനം കാക്കുന്നവളായി ഒരു അനുഗ്രഹമായിട്ട് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിമനോഹരമായ ചുരിദാർ സെറ്റിൻ്റെ വീഡിയോ. ആദ്യം ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ചുരിദാർ സെറ്റ്. ഇത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാട്ടോ ഈ മെറ്റീരിയൽ. ജോർജറ്റ് പോലെ ഇരിക്കും, ഭയങ്കര സോഫ്റ്റ്. ഇത് പേസ്റ്റൽ ചാർട്ടാട്ടോ. ഇത് സീക്വൻസും കട്ട് ബീഡും കൂടെ കൂടി അതിൻ്റെ കൂടെ ഒരു എംബ്രോയിഡറി ഉണ്ട്, കണ്ടോട്ടോ. വർക്ക് കണ്ടില്ലേ? ഓർഗൻസ ഷോൾ ബോട്ട. ഇത് ഇപ്പൊ ഇതിന് ഈ ബോട്ടം തന്നെ ഇടണമെന്നില്ല, ഇതിൽ ഏതെങ്കിലും ബോട്ട ഇട്ടാൽ മതി. ഇത് വേണമെങ്കിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. സോഫ്റ്റ് ആയിട്ട് ചേർന്ന് കിടന്നോളൂ ലൈനിങ്. പേസ്റ്റൽ ചാർട്ടാട്ടോ, ടോൺ ടു ടോൺ. ഈ ജോർജറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ഷോള്, ഫങ്ഷൻ വെയർ. ഈ നമ്മളെ ഓഗസ്റ്റ് അപ്പടിയും കല്യാണങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഇതായിരിക്കും. നമുക്ക് പ്രത്യാശയുള്ളവരായിട്ടിരിക്കാം. ഇപ്പോഴത്തെ ഒരു ചാർട്ടുകളാട്ടോ ഇത്. ബിസ്ക്കറ്റ് കളർ, പീച്ചും പിങ്കും ഒക്കെ മാറിയിട്ട് എനിക്ക് വേണമെങ്കിൽ എല്ലാവർക്കും പീച്ചൊക്കെ ആലോ. അതായിട്ടായിരിക്കും വേറെ കളേഴ്സ് തന്നെ. ഇപ്പം പീച്ചില്ലാത്തവരില്ല, പീച്ച് എടുത്തിടുമ്പോൾ പറയും 10 പീച്ച് കളർ അങ്ങനെയൊക്കെ. എനിക്കും അങ്ങനെ. അത് കാരണമായിരിക്കും ഇപ്പോഴത്തെ ഒരു സെറ്റിൽ എല്ലാത്തിലും തന്നെ കളർ ചാർട്ട് ഡിഫറെൻറ്റാണ്. ബിസ്ക്കറ്റ് നല്ല രസമില്ലേ? നല്ല കളറല്ലേ? ആഷ്, ബോട്ടം സാൻഡോൺ ബോട്ടാണ്. വേണമെങ്കിൽ അതുകൊണ്ട് പലാസോ ഒക്കെ തയ്ക്കാൻ, ചുരി ബോട്ടം അടിക്കാൻ പറ്റില്ല. നല്ല ഇതിനൊരു ബോട്ടിൽ ഗ്രീൻ, ഈ ഗ്രീൻ ബോട്ടോ അല്ലെങ്കിൽ പിങ്ക് ബോട്ടോ, ആഷും പിങ്കും സ്കർട്ട് പാൻറ്റല്ലേ ഇപ്പോൾ ഇറങ്ങേ. അപ്പോൾ ലോങ് ആയിട്ടല്ലേ ടോപ്പ് അടിക്കണം, നല്ല ഡ്രസ്സായിരിക്കും. അല്ലെങ്കിൽ ഇത് തന്നെ ഇട്ടോ, ചുരി മാത്രമല്ലേ അടിക്കാൻ പറ്റില്ലാത്തേ ഉള്ളൂ. ബ്ലൂ, ബോട്ട. ഇത് വർക്ക് കണ്ടല്ലോ അല്ലേ?
രണ്ട് സൈഡും നല്ല ഹെവി വർക്കായിട്ട് ഇവിടെ സിമ്പിൾ വർക്ക് ഒരു നല്ല നല്ല സ്റ്റൈലിലാണ് എൻ്റെ വർക്ക്. എല്ലാത്തിൻ്റെയും വർക്ക് ഇങ്ങനെ കേട്ടോ മടക്കി വെച്ചത് ഞാൻ ഇങ്ങനെ വെച്ച കണ്ട ഫുൾ വിടത്തി കാണിക്കാൻ മറന്നുപോയി. ഇനി ജോർജറ്റിന്റെ ഒരു വെറൈറ്റി കട്ട് ബീഡിങ് കൊണ്ടുള്ള സൂപ്പർ ഒരു വർക്ക്. ഷോള് ഞാൻ ക്രേപ്പിന്റെ ഷോള്, ഒറിജിനൽ ക്രേപ്പ്. ആ എംബ്രോയിഡറി പോലെ തന്നെയൊക്കെ ഷോളില് വർക്ക് കൊടുത്തേക്കണം കേട്ടോ. ഒറിജിനൽ ക്രേപ്പിന്റെ ഷോളാട്ടോ. ബോട്ടം ഇത് കോട്ടൺ സിൽക്കാ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ അങ്ങനെ ആകണമെന്നില്ല. ഈ കളറൊക്കെ ഡൈ ചെയ്യാണ്ട് കിട്ടും. അല്ലാത്തതെല്ലാം മറ്റേ ബോട്ടം ഒക്കെ വെക്കുന്നത് കോട്ടണും സാൻഡോൺ ബോട്ടം ഒക്കെ വെക്കുന്നത് ഡൈ ചെയ്യണതായിട്ടാ കളറ്. നല്ല കളറല്ലേ? റേറ്റ് എത്ര? 1599. അതിന് മുമ്പ് കാണിച്ച സിൽക്കിന് 1699 ആട്ടോ അല്ലേ? 1699 ആട്ടോ, സോറി. ഇതിന് 1599. നല്ല രസമില്ലേ ആഷ്? ഇതിന്റെ എല്ലാ കളേഴ്സും നല്ല ആട്ടോ. ഒരു കളർ തന്നെ ചോദിക്കരുത് കേട്ടോ. ഇപ്പൊ വീഡിയോയിൽ ഏതാ ക്ലിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജോർജറ്റിന് എപ്പോഴും ഡിമാൻഡാലോ. ജോർജറ്റ് ഇപ്പൊ ഞാൻ പോലും രണ്ടാമത്തെ സെറ്റ് എടുത്തു തയ്ക്കാൻ. വണ്ണം കുറവ്, തീറ്റ കുറച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റണില്ല. എക്സസൈസും പറ്റണില്ല, ചെയ്യാനും പറ്റണില്ല, തീറ്റ കുറയ്ക്കാനും പറ്റണില്ല. എങ്ങനെ വണ്ണം കുറയൂ? ഇനിയിപ്പൊ ഡ്രസ്സ് ജോർജറ്റൊക്കെ ഇട്ടൊന്ന് കുറയ്ക്കാന്ന് ഓർത്താം. ബ്ലാക്ക് കോഫിയാണത്, ബ്ലാക്ക്. അതിന് ഭയങ്കര രസമായിട്ടോ വർക്ക്. ഒരു ഡബിൾ ഷെയ്ഡൊക്കെ ഇട്ട് നല്ല രസമായിട്ട് അത് ഇത് കൊടുത്തേക്കണം. വർക്കിന്റെ ആ ലുക്കേ അവിടെ നോക്കിയിട്ട് കണ്ണില്ലേ? ഒരു ബ്ലാക്കും ഡബിൾ ഷെയ്ഡ് വർക്കൊക്കെ ഭയങ്കര രസം. ഇതിനൊക്കെ കോട്ടൺ സിൽക്കാ ബോട്ടം. കോഫി ബ്രൗൺ മൾട്ടി കളർ വർക്കാണ്. ടോൺ ആണ്. വർക്ക് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളേ. അടിപൊളി സെറ്റാ. ബോട്ടിൽ ഗ്രീൻ, ബോട്ടേത്. എല്ലാം കണ്ടല്ലോ അല്ലേ ജോർജറ്റിന്റെ? ഇനി ഓർഗൻസ, ഹൈ ക്ലാസ് ഓർഗൻസയിലാട്ടോ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത്. അടിപൊളിയല്ലേ? ഇങ്ങനെ വന്ന് ഇങ്ങനെ വർക്ക്. വലിയ റേറ്റും ഇല്ല കേട്ടോ. 1899. തരുമോന്ന് എടുത്തോ. ആ ബോട്ടം, ഇതിന്റെ ബോട്ടം കോൺട്രാസ്റ്റ് ആട്ടോ. ഇതൊരു നല്ല കളറ്. ഈ കളറിന് എന്നാ പറയണേ? റെഡ് അല്ല, റാണി പിങ്ക് റെഡൂടെ കൂർന്ന ഒരു കളറല്ലേ ആ കളർ. നല്ല രസമില്ലേ വർക്കും? ഓർഗൻസ സൂപ്പറാ തയ്ച്ചാല്. ആ ഒരു ഗ്ലോ ഇല്ലേ എപ്പോഴും അതേപോലെ ഒരു ഭയങ്കര ഫിനിഷിങ്ങാ. നമ്മള് ഡ്രസ്സ് കാണുമ്പോ ഫെയ്ഡ് ആവൂല്ല. നല്ല രസാ. ഷോള് കണ്ടല്ലോ അല്ലേ? അടിപൊളി ഷോള്. കോഫി ബ്രൗൺ കറക്റ്റ് കളർ കാണാലോ. ലെങ്ത് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ബോട്ടേത്. കളർ ചാർട്ടുകളെല്ലാം അതിന്റെ നല്ല രസ. ലൈലാക്ക്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഹാൻഡ് വർക്ക് ഉണ്ട്, ക്രിസ്റ്റൽ ഇതുണ്ട്. ഷോളും ഇങ്ങനെ അടിപൊളി സംഭവം. ഫംഗ്ഷന് ഇച്ചിരി വർക്കൊക്കെ വേണ്ടേ? ഇച്ചിരി ബും ലുക്ക് തോന്നിക്കണ്ടേ? ഇനി ജോർജറ്റിന്റെ പേസ്റ്റൽ ചാർട്ട്.
ആരി വർക്കിൻ്റെ സെയിം നൂലിട്ട് ഇച്ചിരി ഒരു ഷെയ്ഡ് ലൈറ്റ് നൂലിട്ട് ആരി വർക്കാണേ. ഇതിന് റേറ്റും കുറവാട്ടോ. ഷോൾ ഒറിജിനൽ ക്രേപ്പ് 1399. ബോട്ടം ഇത് ബോട്ടം സാൻഡോ ബോട്ടുമാണ്. സൂപ്പർ സെറ്റാട്ടോ. ഇതിൻ്റെ വർക്കാട്ടോ അതിൻ്റെ ഏറ്റവും ഭംഗി. ആര്യ വർക്ക് ഷോള് ഇങ്ങനെ. ഷോളും ഭയങ്കര രസമുള്ള ഷോള്. ഫുള്ളിങ്ങനെ വർക്കുണ്ട്. ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുമുണ്ട്. ഷോള് നല്ലൊരു ബും ലുക്കും തോന്നിക്കും. മറിച്ച ഷോള് കണ്ടല്ലോ. 1399 ഉള്ളേ. പീച്ച് എല്ലാരും ഷെയർ ചെയ്യാൻ മറക്കരുത്. പേജ് ഫോളോ ചെയ്യണം. ഇൻസ്റ്റയില് ഫോളോ ചെയ്യണം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. യേശുബ്രാൻ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സമ്മാനം കിട്ടുകയും ചെയ്യണ്ടേ. ബിസ്ക്കറ്റ് കളർ. ബിസ്ക്കറ്റ് അല്ല സോറി. എന്താ ദൈവമേ, നല്ല പീച്ചും അല്ലല്ലോ ഇതിന്റെ കളർ. പറഞ്ഞ നല്ല പേസ്റ്റൽ കളറാ. നല്ല സൂപ്പർ കളറാ. ഇത് ബ്ലൂയിഷ് ആഷ്. അടിപൊളി സെറ്റാട്ടോ. ഈ റേറ്റിന് ഇത് സൂപ്പർ ആട്ടോ. ഈ റേറ്റ് അല്ലേ ഉള്ളൂ. 1399 സൂപ്പർ സെറ്റ്. അതിന്റെ ഷോൾ ഒറിജിനൽ ക്രേപ്പാ. ഈ ഷോള് തന്നെ കാണും ഒരു 1000 ഒക്കെ അടുത്ത ഷോളിന് വില വരും. നല്ല ഷോള് ഒറിജിനൽ ക്രേപ്പിന്റെ. ഗ്രീൻ നല്ല സെറ്റുകളാണ്. ബോട്ടം ഇത്. ഇനി ഒരു സോഫ്റ്റ് സിൽക്കിന്റെ യോക്ക് വർക്കും ഇങ്ങനെ കാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. റഫ് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അത് ക്രോസ് സ്റ്റിച്ച് വർക്ക് കണ്ടോ. അടിപൊളി ക്രോസ് സ്റ്റിച്ച് വർക്ക്. ലെങ്ത് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടേ. അതിന്റെ ഷോള് സിൽക്ക് ഷോള് സ്കാലപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഷോള് ഫുള്ള് അത് ഡബിൾ കളർ ഇട്ട് ഗ്രീനും ഇതും ഇട്ട് സൂപ്പർ സോഫ്റ്റ് സിൽക്ക് ഷോളും കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇത്. ഇതിന് റേറ്റ് ഒട്ടുമില്ല കേട്ടോ. 1099 രൂപയേ ഉള്ളൂ. തരുമെന്ന് എടുത്തു. നല്ല കോമ്പിനേഷനൊക്കെയാ. ടോപ്പും ഷോളും സെയിം. ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡ്. എങ്ങനെ ടോപ്പും ഷോളും സെയിം. കോൺട്രാസ്റ്റ് ബോട്ടം. സിഗരറ്റ് കോൺട്രാസ്റ്റ് ബോട്ടം ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിന്റെ വർക്ക് ഒത്തിരി ഭംഗിയാട്ടോ. ക്രോസ് സ്റ്റിച്ചിന്റെ ഈ റേറ്റും ഉള്ളേ. നല്ല സോഫ്റ്റ് സെമി സിൽക്കില. മെറ്റീരിയൽ ഒത്തിരി സോഫ്റ്റാ. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ബിസ്ക്കറ്റ് അല്ല, ചോക്ലേറ്റ്, ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ. നല്ല പേസ്റ്റൽ കളർ. എല്ലാം നല്ലതാട്ടോ. എൻ്റെ ദൈവം ഒരെണ്ണം പറയുമ്പോൾ ഇച്ചിരി നീട്ടക്കൂടി അതിൻ്റെ അടിയാകും. നല്ല കളറാട്ടോ. ഇനി നല്ലൊരു യെല്ലോ വന്നുണ്ട്. യെല്ലോ ഷോളിന്റെ അകമൊക്കെ നിറച്ച് വർക്കുണ്ട്. ഫുൾ വർക്കുണ്ട്. ബോട്ടാഷ്. ഇതിനിപ്പം നിങ്ങൾക്ക് താഴത്തേട്ട് യോക്കിൽ വെക്കണം എന്നില്ല. താഴെ വേണമെങ്കിൽ വർക്കാക്കാട്ടോ. ഇപ്പൊ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് താഴെ നല്ല യോക്കിനേക്കാളും ഹൈറ്റ്. എന്നിട്ട് സ്കർട്ട് പാൻറ് ഇങ്ങനെ തയ്ച്ചിടുമ്പോൾ നല്ലതാ.
ഈ കോട്ടയുടെ ഒരു സെറ്റ്. കോട്ടയുടെ ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ ഉള്ള കോട്ടയാണ്, താഴത്തേട്ട് ഇങ്ങനെ ലെങ്തി. ഇതിന്റെ അടിയിൽ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ തയ്ക്കാം കേട്ടോ, ഇങ്ങനെ തയ്ക്കാം. ഇങ്ങനെ തയ്ച്ചാൽ എനിക്ക് കൂടുതൽ രസം തോന്നുക അല്ലേ. ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ താഴത്തോട്ട്. ബോട്ട ഇത്, ഷോൾ ഇത് 1190 1190. ഷോളൊക്കെ ആ ഒറിജിനൽ 2000-യുടെ ഷോള് പോലത്തെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ സോഫ്റ്റും പ്രിന്റും ബോട്ടവും പ്രിന്റ് എല്ലാം കൂടിയ കോട്ടയുടെ സെയിം കണ്ടല്ലോ അല്ലേ. നല്ല പേസ്റ്റ് ചാട്ടാണ്, കോമ്പിനേഷനൊക്കെ നല്ലതാ. ഇങ്ങനെ ഇത് താഴത്തേട്ട് വേണമെങ്കിൽ അങ്ങനെ അവനവന് ഇഷ്ടം ഇങ്ങനെ വെക്കണായിരിക്കും നല്ല കോമ്പിനേഷനുകളാ. യെല്ലോ ആഷ് ബോട്ട ഇത്. ഓരോന്ന് ബുക്ക് ചെയ്തു. ഇനി പിങ്കും ഗ്രീനും. സോഫ്റ്റ് ഷോള് 1190 ബോട്ട ഇത്. ഇതിന്റെ ഒന്നും ഫാഷൻ പോകൂല കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും കോട്ട, ഞാൻ എന്നും പറയണേ അല്ലേ, കോട്ട സെറ്റ് എടുക്കുമ്പോ ഇത് തന്നെയല്ലേ ഞാൻ എന്നും പറയണേ. കോട്ടയുടെ ഫാഷൻ പോകൂല. കോട്ട സെറ്റ് ഇഷ്ടപ്പെടുന്നവര്, പണ്ടത്തവർക്ക് എല്ലാവർക്കും കോട്ട ഇഷ്ടമായിരിക്കും. ഇനി ഒരു സോഫ്റ്റ് സിൽക്ക് യോക്കി വർക്കുള്ള നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഷോള് ഇങ്ങനെ ഷോള് സെമി സിൽക്കിലാണ്. 2 വശം ബോർഡറും ഉണ്ട്, ഉള്ളിലും ഇങ്ങനെയുണ്ട്. ബോട്ട ഇത്. ഇതിന്റെ വില കേട്ട ഇത് അപ്പടി എടുക്കും. ഇപ്പൊ 999 ഉള്ളൂ. 999. ബ്ലാക്ക് ബോട്ടേത് സൂപ്പർ സെറ്റാട്ടോ. ഈ റേറ്റിന് നല്ല രസമില്ലേ, അടിപൊളി സെറ്റ്. നല്ല വർക്കുവാ. അയ്യോ അതിന്റെ കളർ പറഞ്ഞില്ലായിരുന്നോ? ബ്ലാക്കും ക്രീമും കേട്ടോ. ക്രീമല്ല, ഗോൾഡൻ. ഇത് നേവി ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ബോട്ട ഇത് നല്ല അടിപൊളി സെറ്റാ. ഇത് ഗോൾഡനിലെ ഗ്രീൻ. തരുവരോന്ന് ബുക്ക് ചെയ്തു. റെഫ്യൂസിനും കൊള്ളാം, ഫങ്ഷനും കൊള്ളാം. സൂപ്പറാ. ബോട്ട ഇത് എപ്പോഴും തയ്ച്ചത് മേടിക്കണേക്കാളും അല്ല, അങ്ങനെയല്ല, നമുക്കങ്ങ് ഇട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ തയ്പ്പിക്കുവാണെങ്കിൽ തയ്ക്കുന്നവർക്കൊരു പണിയാകും. ഇപ്പൊ പെട്ടെന്ന് തയ്ച്ചു കിട്ടും. നമ്മുടെ ഇവിടെ ടൈലറിങ്ങിനൊക്കെ നമ്മുടെ ഇതിലെ യൂണിറ്റിലെ പെട്ടെന്ന് തയ്ച്ചു തരും. എല്ലാരും ഡീസന്റ് ആയി കൊറോണ വന്നപ്പോ. മറ്റു തയ്ക്കാൻ കൂടി ഇതൊക്കെ കൊടുക്കൂല, സമയം നീട്ടിക്കൊണ്ട് പോകും. ഇനി ജയ്പൂർ സിൽക്കില് ബാത്തിക് പ്രിന്റ്. ഷോളൊക്കെ വലുതാട്ടോ. ടോപ്പിനും നീളമുണ്ട്. 45 കിട്ടും. 990. ബോട്ടം ഇങ്ങനെ അടി പ്രിന്റ്.
ഇത് അടിയിൽ പ്രിന്റ് ഇഷ്ടമല്ലെങ്കിൽ തല തിരിച്ചു വെച്ചോ, പ്രിന്റ് മേളിൽ നിന്നോട്ടെ. അടിയിൽ പ്രിന്റ് നല്ലതാ, നല്ല കളർ ചാർട്ടുകളാ. റഫ് യൂസിന് സൂപ്പർ സംഭവം കേട്ടോ. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടോ ഒരു പ്രിന്റും ഉണ്ട്. നല്ല കളേഴ്സാ കോമ്പിനേഷനൊക്കെ. വേണമെങ്കിൽ ഇത് ബേജ് കളർ ഒരു ബോട്ടം ഇട്ടിട്ട് ഇതുകൊണ്ട് വേണമെങ്കിൽ ടോപ്പ് അടിക്കാം. 45 വീതി ഉണ്ടല്ലോ, ഇതും കൊണ്ടും ടോപ്പ് അടിക്കാം. റഫ് യൂസിന് രണ്ടിലും ബേജ് കളർ ബോട്ടം ഇട്ടാൽ മതിയല്ലോ. എല്ലാവരുടെയും കയ്യിൽ തന്നെ ബേജ് കളർ ബോട്ടോ ഷോളും കാണും. അപ്പോൾ തുണി എന്നാലും പോവോ ഇല്ല. മെറൂണും സഫയർ ഗ്രീനും എല്ലാം കോമ്പിനേഷൻ സൂപ്പറാ. കണ്ടോ, ഇതും കൊണ്ട് ടോപ്പ് അടിച്ചിട്ട് ഈ ബേജ് കളർ ബോട്ടവും ഷോളും എടുത്താൽ ഇതിന് ബോട്ടോ ഷോളും ബേജ് കളർ ഇടാം. ആ ബേജ് കളർ ബോട്ടം ഇതിനും ഇടാം. പിന്നെ ഒത്തിരി സെറ്റിന് ബേജ് കളർ ബോട്ടോ ഷോളും ഇടാം. അപ്പോൾ 2 സെറ്റായി. ഇട്ടാലും നല്ല സ്റ്റാൻഡേർഡാ. ഇതൊന്നും ഫാഷൻ പോവുകയില്ല. കുറച്ച് ദിവസം കറങ്ങി പിന്നെയും വട്ടം കറങ്ങി വരും. യെല്ലോ, ആഷ് എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന 3 വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് അയക്കണം. എന്നിട്ട് വാട്സപ്പിൽ തന്നെ മറുപടി പറഞ്ഞില്ലേ, വാട്സപ്പിൽ തന്നെ ഫോൺ വിളിക്കണേ. പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും യേശുബ്ര ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.